സന്യം അസി, അത് എന്താണ് ഈ സന്യം എന്ന് സംസ്കൃതത്തിൽ പറയാം? സെൽഫ് കൺട്രോളുള്ള, അതായത് അവനവനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുന്ന ആരെയും സന്യാസിയായിട്ട് നിർവചിക്കാമെന്നാണ് പറയുക. കാരണം സ്വന്തം ജീവിതത്തെ ഏത് തരത്തിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതിനെയാണ് നമ്മൾ സന്യാസി എന്ന് പറയുക. നമുക്ക് നിരവധി സന്യാസിമാരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിമാലയ സാധനങ്ങളിലേക്ക്, ആ പ്രദേശത്തേക്ക് പോയാൽ കാണാൻ പറ്റും. പക്ഷേ ഇവരൊക്കെ ജീവിക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് എന്നൊന്നും യാതൊരു നിശ്ചയമില്ല. ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള മഹത്തുക്കളായ സന്യാസിമാരെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരുപക്ഷെ ഈ മഹാകുംഭമേള പോലെയുള്ള വലിയ ചടങ്ങുകളിൽ മാത്രമേ ഇവർ വരുള്ളൂ. ഇവർക്ക് ഭൗതികമായിട്ടുള്ള തലങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് അവർക്ക് താല്പര്യമില്ല. അതിൽ തന്നെ അഘോരികൾ, നാഗസന്യാസികൾ, ഇങ്ങനെ തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട്.